ഓക്കെ നമുക്ക് പ്രദേശവാസികളൊപ്പമുണ്ട്. മലയാളം കുറച്ച് അറിയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ള. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഉള്ളുവര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഉള്ള ആളുകളല്ല, കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഗംഗാവലി, അത് പുഴയുടെ പേര് ഒരു സ്ഥലത്തിൻ്റെ പേര് കൂടിയാണ്. അവിടെ ഗംഗാവലിയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. ഇവിടെ മഴ മാറുന്നേ ഇല്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഈ വർഷം കൂടുതലാണ് ഈ മാതിരി ഉണ്ടായത്. പക്ഷെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത്രക്കുള്ള ഒരു അനാവത്തം ഇത് ആദ്യമായിട്ട് ഞങ്ങൾ ഈ കർണാടക ഭാഗത്തിൽ, ഉത്തര കന്നഡ ഭാഗത്തിലാണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. ഇതൊരു മണ്ണിടിച്ചലാണ്. ഇതാണ് വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ കുറെ ആൾക്കാർ ഇപ്പോൾ ബോഡിയെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമുക്കിപ്പോൾ മെയിൻ തിരക്കുന്നത് ഇപ്പോൾ അർജുൻ്റെതാണ്. അർജുൻ്റെ വണ്ടിയും ഇല്ല, ബോഡിയും ഇല്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് നമുക്കിപ്പോൾ മാറിയിട്ടുണ്ട്. അതിപ്പോൾ വെള്ളത്തിന്റെ അടിയിലാണെന്നത് ഒരു സംശയം ഞങ്ങളെ മനസ്സിലിപ്പോൾ ഉള്ളത്. ഇപ്പോൾ മേൽഭാഗത്തെല്ലാം ഇപ്പോൾ ശോധന ആയിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷെ അവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ശോധന ഇപ്പോൾ വെള്ളത്തിന്റെ അടിയിലാണ്. അർജുൻ്റെ വണ്ടിയും അർജുനാണുള്ളത് ഒരു മനസ്സിലിപ്പോൾ ഉള്ളത്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ആ ശോധന ഇപ്പോൾ ശീഘ്രം ചെയ്യണമല്ലോ ഞങ്ങളുടെ അഭിപ്രായം. പുഴയുടെ ആഴം ഇവിടെ എത്രയാ? പുഴയുടെ ആഴം ഒരു 30 ഫീറ്റുണ്ട്. അപ്പൊ ഈ 30 ഫീറ്റൊക്കെ ആ ഇടുന്ന മണ്ണ് ഇങ്ങോട്ട് വന്ന് തെരഞ്ഞിട്ട് അതിന്റെ ഭാഗത്തിലായിട്ടുണ്ടാവും എന്നത് ഒരു ഞങ്ങളുടെ മനസ്സിലിപ്പോ വരുന്നത് ഒരു ഇത് നല്ല കുഴിയുള്ള 30 അടിയിലധികം 30 അടി ഇതിന്റെ വെള്ളമാണിത്. അതിന് മൊത്തത്തിൽ വെള്ളം വന്നിട്ട് മണ്ണ് വന്നിട്ട് ഇപ്പൊ പുഴ മൂടിയിട്ടുണ്ട്. ഇത് കാണുന്ന ദൃശ്യമാണ്. ഈ പുഴ മൂടിയ കൊണ്ടിട്ട് ആ വണ്ടിയും പുഴന്റെ അടിയിലാണുള്ളത്. ഇത് ഏതൊരു സംശയമില്ല. അതാണ് ഞാൻ പറയുന്നത് സംസാരം. നിങ്ങൾക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ ഈ മറുകരയിൽ വന്നിരുന്നു? ആ സമയത്ത് ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന സമയത്ത് ആകെ ഒരു ടിപ്പർ റോഡിന്റെ ഭാഗത്തല്ല, ഇവിടെ വന്നോ? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതേ ദിവസം തന്നെ, ഈ സംഭവിച്ച ദിവസം തന്നെ ഞങ്ങൾ ഈ ഭാഗത്ത് വന്നിന്. ഈ ഭാഗത്ത് നിന്ന് 6 പുരക്കാർ പോയി. പുറന്റെ ആൾക്കാർക്ക് ഒന്ന് ഡെത്ത് ആയിട്ടുണ്ട്. അതിൽ 10-18 പേര് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉണ്ട്. ഇന്ന് ഒരു ബോഡി കിട്ടി. ഇനി 5 ബോഡി അന്ന് ഞങ്ങൾ നാട്ടിൽ വെച്ചിട്ട് തന്നെ കിട്ടി, കടലിൽ വെച്ചിട്ട്. അത് ആ പുരക്കാർ ഹോട്ടൽക്കാരത്. ഇനി കുറെ കിട്ടാനുണ്ട് എന്നിട്ട് പറയുന്നുണ്ട്. അതൊന്നും അറിയത്തില്ല. ഇപ്പം ഇത് എടുത്തു കഴിഞ്ഞാലേ കാണാൻ പറ്റും. ഇങ്ങനെ നാടിങ്ങനെ തന്നെയാണോ എപ്പോഴും മഴ? മഴ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഉണ്ടാവും, മഴ ഉണ്ടാവും. പക്ഷേ ഇതുവരെ ദുർഘടന നടന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ മഴ ഇടിഞ്ഞിട്ട്. പക്ഷെ അവിടെ ലക്ഷ്മണന്റെ ഹോട്ടലുണ്ട്. ലക്ഷ്മണന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മണന്റെ ഭാര്യ നമ്മളെ ഗംഗാവലി പെണ്ണാണത്. അപ്പോൾ ആരും വന്നാൽ അവിടെ ലോറിക്കാർ വന്നാൽ